മിഡിൽ ഈസ്റ്റിലെ സംഘർഷങ്ങളിൽ മധ്യസ്ഥത വഹിക്കാനുള്ള പാകിസ്ഥാന്റെ നീക്കങ്ങളെ രൂക്ഷമായ ഭാഷയിൽ പരിഹസിച്ച് ഇന്ത്യ. പാകിസ്ഥാനെ പോലെ ഒരു ദല്ലാൾ രാജ്യമായി ഇന്ത്യ പ്രവർത്തിക്കില്ലെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ വ്യക്തമാക്കി. ഡൽഹിയിൽ നടന്ന സർവകക്ഷി യോഗത്തിലാണ് മന്ത്രി പാകിസ്ഥാനെതിരെ കടുത്ത പരാമർശങ്ങൾ നടത്തിയത്. അമേരിക്കയ്ക്കും ഇറാനും ഇടയിൽ മധ്യസ്ഥത വഹിക്കാൻ പാകിസ്ഥാൻ സന്നദ്ധത പ്രകടിപ്പിച്ചിരുന്നു. എന്നാൽ ഇന്ത്യ ഒരിക്കലും പാകിസ്ഥാനെ പോലെ ഒരു മധ്യസ്ഥ രാജ്യമായി പ്രവർത്തിക്കില്ല എന്ന് ജയശങ്കർ യോഗത്തിൽ പറഞ്ഞു. പാകിസ്ഥാനെ പോലെ ഒരു ഇടനിലക്കാരനായോ ദല്ലാൾ രാജ്യമായോ ഇന്ത്യ പ്രവർത്തിക്കില്ല എന്ന് വിദേശകാര്യമന്ത്രി പറഞ്ഞു. പാകിസ്ഥാനും യുഎസും തമ്മിലുള്ള ഉഭയകക്ഷി താൽപര്യങ്ങളാണ് പാകിസ്ഥാന്റെ ഇത്തരം നീക്കങ്ങൾക്ക് പിന്നിലെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ പറയുന്നത്. നിലവിലുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ യുഎസും ഇറാനും ഇടയിൽ മധ്യസ്ഥത വഹിക്കണമെന്ന വാഗ്ദാനം പാകിസ്ഥാൻ മുന്നോട്ട് വെച്ചിരുന്നു. യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ ഒരു പോസ്റ്റ് പങ്കുവച്ചതിന് ശേഷമാണ് ഇത് സംബന്ധിച്ച ഊഹാപോഹങ്ങൾ ഉയരുന്നത്. ഇറാനിൽ കുടുങ്ങിക്കിടന്ന നിരവധി ഇന്ത്യക്കാരെ ഇതുവരെ സുരക്ഷിതമായി നാട്ടിലെത്തിച്ചതായി സർക്കാർ സർവകക്ഷി യോഗത്തിൽ അറിയിച്ചു. അവിടെ തുടരുന്ന മറ്റ് ഇന്ത്യക്കാരുടെ താൽപര്യങ്ങളും സുരക്ഷയും സംരക്ഷിക്കാൻ നിരന്തരമായി നിരീക്ഷണം നടത്തുന്നുണ്ടെന്നും സർക്കാർ വ്യക്തമാക്കി. ഇറാനെതിരായ അമേരിക്കൻ ഉപരോധങ്ങൾ നിലനിൽക്കുമ്പോഴും ഇന്ത്യ ഇറാനിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് തുടരുകയാണെന്ന് സർക്കാർ ചൂണ്ടിക്കാട്ടി. നിലവിൽ ഇന്ത്യയുടെ ക്രൂഡ് ഓയിൽ ഇറക്കുമതിയുടെ വലിയൊരു ഭാഗം റഷ്യയിൽ നിന്നാണെന്നും രാജ്യത്തെ ഊർജ്ജ സുരക്ഷയെക്കുറിച്ച് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നും സർക്കാർ അറിയിച്ചു. LPG വിതരണം സുസ്ഥിരമാണെന്നും സർക്കാർ ഉറപ്പു നൽകി. അമേരിക്ക ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയാണെന്നും ഇസ്രായേൽ പ്രധാനപ്പെട്ട തന്ത്രപ്രധാന സാങ്കേതിക പങ്കാളിയാണെന്നും സർക്കാർ യോഗത്തിൽ എടുത്തു പറഞ്ഞു. ഇറാൻ ഉൾപ്പെടെയുള്ള മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുമായി സന്തുലിതമായ ബന്ധം നിലനിർത്തുന്നതിനോടൊപ്പം തന്നെ ദേശീയ താൽപര്യങ്ങൾ സംരക്ഷിക്കുമെന്നും സർക്കാർ ആവർത്തിച്ചു. സർവകക്ഷി യോഗത്തിൽ ഉയർന്ന എല്ലാ ചോദ്യങ്ങൾക്കും സർക്കാർ മറുപടി നൽകിയതായും എല്ലാ പാർട്ടികളും ഐക്യത്തോടെ നിലനിൽക്കുന്നുവെന്നും കേന്ദ്രമന്ത്രി കിരൺ റിജിജു പിന്നീട് മാധ്യമങ്ങളോട് പറഞ്ഞു.